ഹായ് ഹലോ ഇറ്റ്സ് മീ രഞ്ജിറ്റി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സമയം ദേ 1 മണിയാണ് കേട്ടോ പുലർച്ചെ. ഞാനതേ ഇനി നീറ്റ് നേരെ കുളിക്കാൻ പോവാണ്. ഇത്രയും നേരത്തെ കുളിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കണ്ണൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. കൊല്ലത്തു നിന്നാണ് കുട്ടിയെ. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ദേ ഈ ലുക്കിലല്ല കേട്ടോ ഞാൻ എൻഗേജ്മെൻറ്റിന് പോകുന്നത്. അവിടെ എത്തിയിട്ട് ദേ മാറ്റാനുള്ള സാധനങ്ങൾ നമ്മുടെ ബാക്ക് പാക്കിലുണ്ട്. അങ്ങനെ സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡി ആയപ്പോഴേക്കും നമുക്ക് പോകാനുള്ള വാഹനം ദേ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ടൂറിസ്റ്റ് ബസ് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ താഴെ റെഡി ആയിക്കുന്നുണ്ട്. അങ്ങനെ ദേ നമ്മൾ ബസ്സിൽ കയറി കുറച്ച് എത്തിയതിന് ശേഷമുള്ള ക്ലിപ്പാണ് കേട്ടോ. പുലർച്ചെയാണ്, എല്ലാവരും ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തി. വേറെ ഒന്നുമല്ല, കാരണം വണ്ടി ടയർ പഞ്ചറായി ഗൈസ്. അങ്ങനെ ദേ കറക്റ്റ് എത്തിയത് നമ്മൾ പഞ്ചർ കടയുടെ മുന്നിലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തി. ബാത്റൂമിൽ പോകാനുള്ളവർക്കും ഫ്രഷ് ആവാനുള്ളവർക്കൊക്കെ ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ദേ നമ്മൾ ഇൻ്റർനാഷണൽ കൊച്ചിൻ എയർപോർട്ടിൻ്റെ മുന്നിലായിരുന്നു കേട്ടോ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. ഇതുവരെ കേട്ടിട്ടുള്ളൂ എന്നല്ലാതെ അടുത്ത് പോലും പോയിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാവരും ദേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ നിന്ന്, കാരണം അത്ര നേരം ഇരിക്കൽ തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ചെറിയ ദേ കണ്ണൻ്റെ അമ്മയാണ് കേട്ടോ അത്. ടയർ അവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ ആരും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ചായയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും ഇതേ കഴിക്കാൻ ഇറങ്ങി കേട്ടോ. കഴിച്ചിട്ട് നേരെ പോകാൻ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണേ. അങ്ങനെ നമ്മളിത് ഈ റൂമിലെത്തി, അവിടെ എത്തി മാറ്റി ചേച്ചിനെ ഞാൻ കണ്ണെഴുതി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും റൂമിലായിരുന്നു. ഫൈനലി നമ്മളിത് നമ്മുടെ ആ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു റിസോർട്ടാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കണ്ണൻ്റെ ശ്രീലക്ഷ്മിയുടെയും എൻഗേജ്മെൻറ്റ്. അങ്ങനെ ദേ ഇതാണ് കയറി ചെല്ലുന്നത് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. ഒരു കായലിൻ്റെ നടുക്കാണ് സംഭവം. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാനുള്ള വ്യൂ ആണ് കേട്ടോ. ഈ വിൻഡോയുടെ ഉള്ളിലൂടെ അടിപൊളിയായിരുന്നു. ആ കായലും ആ ഒരു പച്ച പായലും ഒക്കെ കാണുന്നത് സംഭവം കിടുക്കാച്ചായിരുന്നു. അങ്ങനെ നമ്മുടെ ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ചെക്കൻ ഇതാ വരികയാണ്. ഇതാണ് ഞങ്ങൾ കണ്ണൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഹരീഷ്. അപ്പോൾ ഹരീഷ് ഇതേ ഇങ്ങോട്ട് കയറി ചെല്ലുകയാണ്. നമ്മുടെ എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ചെക്കന് ഭയങ്കര നാണാണ് കേട്ടോ. ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. മൊത്തത്തിലൊന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നമ്മുടെ കായലിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ വന്നപ്പോൾ ഫുള്ള് കായലിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നു. ഈ ഇരുത്തം കണ്ട അൺഎക്സ്പെക്റ്റഡ് ആണെന്നൊക്കെ തോന്നും, പക്ഷേ ഞങ്ങൾ അഭിനയിക്കുകയാണ് ഗൈസ്. കണ്ടാലറിയാമല്ലേ ഞങ്ങളെ വർത്തമാനത്തിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ കാഴ്ച കണ്ട് അങ്ങനെ ഓരോ വർത്തമാനം ഭയങ്കര ബടായികളൊക്കെ അടിച്ചങ്ങനെ ഇരുന്നു കേട്ടോ. കുട്ടികൾ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ വർത്തമാനങ്ങളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പം ഞാൻ എന്നിട്ട് ഈ ഡ്രസ്സാണ് കേട്ടോ നമ്മുടെ ഷോർട്ടിലിട്ടുണ്ടായിരുന്നു. കണ്ണൻ്റെ പരിപാടിക്ക് പോകാൻ വേണ്ടി പ്രത്യേകം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കസവ് കേന്ദ്രയിൽ നമ്മൾ 2-3 ഡ്രസ്സിൻ്റെ ഷോർട്ട് ഇട്ടു. പക്ഷേ ഇതൊന്നും അല്ല ഞാൻ എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇനി നമ്മളെ കാര്യപരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കറങ്ങി വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ലാസ്റ്റാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ സദ്യ പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി സദ്യയാണ്. പക്ഷെ നമ്മളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് അവരുടെ സദ്യ കേട്ടോ. ഫസ്റ്റ് കുറച്ച് ചെറുപയർ കറിയായിരുന്നു വിളമ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോളിയും പായസവും അവരുടെ ബെസ്റ്റ് സാധനമാണ്. അത് മിസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് തിരിക്കാൻ വേണ്ടി ബസ് ഒരു സ്ഥലത്തേക്ക് കയറ്റിയതാണ്. നല്ല 8ൻ്റെ പണി കിട്ടി. മണലിൽ വണ്ടിയുടെ ടയർ താഴ്ന്നു പോയി. രാവിലെ നമുക്ക് ടയർ പഞ്ചറായിപ്പോയി. അങ്ങനെ ഇപ്പം എല്ലാവരും പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം അവർ തള്ളുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വിധം തള്ളി എന്ത് ചെയ്തു, വണ്ടി എന്തായാലും കയറ്റി നമ്മൾ മൂവ് ചെയ്തു.
കണ്ണിൽ നെച്ചിക്കാട്ട് കലാ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന പാട്ട് രണ്ടാൾ ചേർന്നുള്ള ഒറ്റഗാനം. അപ്പോൾ ഗൈസ് സമയം 1 മണി 1:30 ആയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ടയേർഡാണ്. ബാക്കിയുള്ള ബസ്സിലെ വീഡിയോസ് ഡാൻസും ചാട്ടമൊക്കെ ആയിരുന്നു. ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ഇടയിൽ സമയം കിട്ടിയില്ല. അപ്പോൾ അതേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സമയം കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. വേഗം പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.